യഥാർത്ഥത്തിൽ സംഗതി എന്താണെന്നറിയോ? ഇസ്ലാഹി പ്രസ്ഥാനത്തിന് ഈയിടെ ഉണ്ടായ വളർച്ചയും മുന്നേറ്റവും മുസ്ലിയാക്കന്മാർക്ക് സഹിക്കുന്നതിലും അപ്പുറമാണ്. കാരണം ഇത്രയേറെ പണം കോടികൾ വാരി വെതറി പള്ളിയും മദ്രസയും സമ്മേളനവും ഏത് സഖാഫിക്കും എന്ത് വേണമെങ്കിലും കൊടുക്കുകയാണ് കാന്തപുരം. വണ്ടി വേണ്ടോന് വണ്ടി, വീട് വേണ്ടോന് വീട്, എന്ത് കൊടുത്തിട്ടും അങ്ങനെ ഖൗമിനെ കയ്യിലെടുക്കാൻ വേണ്ടി ഓരോ നാട്ടിലും എപിക്ക് പ്രത്യേക പള്ളി, എപിക്ക് പ്രത്യേകം ഏർപ്പാടുകളൊക്കെ ചെയ്ത ആളുകളെ പിടിച്ചു നിർത്താൻ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും മുജാഹിദ് പ്രസ്ഥാനം വളരുക തന്നെയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ കടന്നു വരുന്നത് സാധാരണക്കാർ മാത്രമല്ല, ഇവരുടെ കൂടെ പള്ളി ദർസിൽ ഓതി പഠിച്ച ഈ ഖുറാഫാത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി മുമ്പിൽ നിന്നിരുന്ന മുസ്ലിയാക്കന്മാരും അവരെ ശിഷ്യന്മാരായ പള്ളി ദർസിൽ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുമാണ് എല്ലാ എതിർപ്പുകളെയും തട്ടിമാറ്റിക്കൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് സധൈര്യം കടന്നു വരുന്നത്. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന ബാനറിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഈയിടെ സംഘടിപ്പിച്ച പരിപാടികളിൽ ഇതിങ്ങനെ പുതുതായി കടന്നു വന്ന മുസ്ലിയാക്കന്മാർ നടത്തുന്ന പ്രഭാഷണം സാധാരണക്കാരെ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ ആഹ്വാനം ചെയ്യുന്നവയാണ്. കാരണം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അവർ സംസാരിക്കുന്നത്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇതൊക്കെ വലിയ കാര്യമാണെന്ന് കരുതി ആചരിച്ചിരുന്നവരാണ്. ഞങ്ങൾക്ക് ഇപ്പോഴാണ് സത്യം മനസ്സിലായത്. കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള ഖുർആനിലും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയാനുള്ള വേദി ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ മാത്രമാണ് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുള്ള പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ കൂടുമാറിയിട്ടുള്ളത് എന്നവർ പ്രഖ്യാപിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിയാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനി എങ്ങനെയാണ് ഈ മുജാഹിദുകളുടെ ഈ പടയോട്ടത്തെ ഒന്ന് തടഞ്ഞു നിർത്തുക എന്നവർ ചിന്തിച്ചു. ആ ഗൂഢാലോചനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് മുജാഹിദുകളെ കുറിച്ച് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ അങ്ങോട്ട് പറയാം. പക്ഷെ കേട്ടാണ് വിശ്വസിക്കണം. ആ മാതിരി നല്ലോണം ദേഷ്യം പിടിച്ചങ്ങോട്ട് പറയാം. ഓരോ മുസ്ലിയാക്കന്മാർക്ക് മൈക്ക കിട്ടിയ വെറും ചീത്തയാണ്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട്, ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് ആക്ഷേപങ്ങൾ പറഞ്ഞിട്ട് കൈതക്കാമം കരഞ്ഞു തീർക്കുക എന്ന് പറഞ്ഞ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ അരിശം മുഴുവൻ മൈക്കിന്റെ മുമ്പിൽ നിന്ന് അങ്ങ് തീർത്ത് പിഞ്ഞാണക്കൂട്ട് കയറിയ മതമിളകിയ മൂരിക്കുട്ടിയെ പോലെ തവിട് പൊടിയാക്കിയിട്ട് ഇറങ്ങാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്യാമ്പയിൻ. സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും പ്രസംഗകനും ഓർക്കൊക്കെ പ്രത്യേകം നോട്ടാ. സ്വാഗതം പറയണോ ഇന്നത് പറയണം, അധ്യക്ഷ പ്രസംഗം നടത്തണോ ഇന്നത് പറയണം, മറ്റേ പിന്നെ പ്രസംഗിക്കണോ ഇന്നത് പറയണം. എന്താ എല്ലാരും ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് അവഹേളനങ്ങൾ ചൊരിയണം ജനങ്ങളുടെ മുമ്പിൽ. അങ്ങനെ ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് ആർക്കും ഒരു മതിപ്പ് ഉണ്ടാകരുത്. അത് ശരിയാണ്. പക്ഷെ പറയണോനെ കുറിച്ച് ആദ്യം ജനങ്ങൾക്ക് മതിപ്പുണ്ട്. ഇവനല്ല പറയണേ, ഇവനൊക്കെ എന്ത് പറഞ്ഞിട്ട് എന്താ എന്ന് കൗമുകൾ ആദ്യം വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് മതിപ്പുകേട് വളർത്തണമെന്ന് വിചാരിച്ച് മൊക്കറയിട്ട് നടക്കുന്ന മുസ്ലിയാരുട്ടികളെ സംബന്ധിച്ച് മുസ്ലിം സമുദായത്തിന് ഒരു പൊതുധാരണയുണ്ട്. ആ ധാരണയിൽ നിന്ന് ലെവലേശം നിങ്ങൾ പിന്നോട്ട് പോയിട്ടില്ല. ആദ്യം നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത് ഈ സമുദായത്തിന്റെ വിശ്വാസമാണ്. ഈ സമുദായത്തിലെ നിഷ്പക്ഷരായ സാധാരണക്കാരുടെ വിശ്വാസമാണ് നിങ്ങൾ ആർജിച്ചെടുക്കേണ്ടത്. അത് ആർജിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഉടുക്കാനും പുതക്കാനും വിരിക്കാനും ഒക്കെ ഹറാമ്. ജാറത്തിലെ പൈസ, മരിച്ചോടത്ത് കിട്ടുന്ന ചോറ്, അവിടുന്ന് കിട്ടുന്ന ഓശാര പൈസ, ഇവിടുന്ന് മന്ദിർ ചൂതിയിട്ട് കിട്ടുന്ന പൈസ, മറ്റോടത്ത് എന്തെങ്കിലും ഖുറാഫാത്ത് വിറ്റിട്ട് കിട്ടുന്ന പൈസ, തരീക്കത്ത് കൊടുക്കലും വാങ്ങലും, ഇങ്ങനെ എല്ലാം ഉടുക്കാനും പുതക്കാനും ഒക്കെ ഹറാമിന്റെ പൈസ. ആ ഹറാമിന്റെ പൈസയാണ് നിങ്ങൾ തിന്നുന്നതും ഉടുക്കുന്നതും വിരിക്കുന്നതും പുതക്കുന്നതും ഒക്കെ എന്ന് സാധാരണക്കാർക്കറിയാം. നിങ്ങൾ എത്ര നാക്കിട്ടടിച്ചിട്ടും കാര്യമല്ല. നിങ്ങളെ തനിനിറം സാധാരണ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് പുരോഹിതന്മാര് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുന്നത് നന്നായി. സുഹൃത്തുക്കളെ, ഒരൊറ്റ മുജാഹിദ് പ്രവർത്തകനും ഒരു ഖുബൂരിന്റെ പ്രസംഗം കേട്ടിട്ട് സുന്നിയായി നിങ്ങൾ കേട്ടിടോ? ചില ആളുകളൊക്കെ ഇതാ സുന്നി പണ്ഡിതൻ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക്. ആരാ സുന്നി പണ്ഡിതൻ? ഞങ്ങൾ ഈ സാധാരണക്കാർക്ക് ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി SLRC ഒരു സംവിധാനം നടത്തുന്നത് KV അബ്ദുൽ ലത്തീഫ് മൗലവി മുൻകൈ എടുത്തിട്ട് അയാളുടെ ക്ലാസ്സിൽ 6 മാസം പോയ റഷീദ് എന്ന ഒരുത്തൻ ഓനെ അങ്ങോട്ട് പോയപ്പോ എന്തായി? വലിയ മൗലാനിയായി. റഷീദ് മൗലവി പയ്യന്നൂർ. ആലിമിൽ അല്ലാമാന്ന് കൂടി കൊടുത്താൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങളെ കോളേജിൽ പഠിച്ചവങ്ങൾ എന്താ പറയാ? ഞങ്ങളെ വയോജന വിദ്യാഭ്യാസം എന്ന രൂപത്തിൽ ഞങ്ങൾ നടത്തുന്ന ആ SLRCയിൽ 6 മാസം ക്ലാസ് പോയപ്പോൾ ഓൻ റഷീദ് മൗലവി പയ്യന്നൂരായി. നോക്കണം നിങ്ങൾ. അപ്പൊ ഞങ്ങളെ പണ്ടേ ഞങ്ങളെ പറ്റി ഞങ്ങൾ ബുക്ക് വായിച്ച് പഠിച്ചോലാണ്, ഒരു വിവരമില്ല. പക്ഷെ അങ്ങോട്ട് മാറിയ വലിയ വിവരണവനായി മാറും. അതാ ഇതിന്റെ പ്രത്യേകത.
നോക്കണം. എന്നിട്ട് എന്ത് കിട്ടി നിങ്ങൾക്ക്? എത്ര ആളെ കിട്ടി പയ്യന്നൂരിന്ന് റഷീദിന്റെ ഒപ്പം പോകാൻ? അപ്പൊ ഏതൊരു പുളിച്ചിനെങ്ങനെ ഏറ്റിക്കൊണ്ട് നടന്നിട്ട് ഓപ്പം മുജാഹിദിട്ട് വന്നാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ട് നടക്കാണ്. ഒരു പള്ളിയിൽ ഒരു ഖുതുബ പറഞ്ഞോ, ഒരു സ്വാഗത പ്രസംഗവും നടത്തിയണോ, ഏതെങ്കിലും ഒരു മദർസയിലോ പഠിപ്പിച്ചു? പിന്നെ എങ്ങനെയോ മൗലവിയായത്? എങ്ങനെ ഇങ്ങനെ പേരിട്ടോണ്ടോ മൗലവിയോ? ഫാർമസിസ്റ്റാവോ? മനസ്സിലായില്ലേ? അപ്പൊ ഒരുപാട് പ്രസംഗം നടത്തിയിട്ടും ഒരൊറ്റ മുജാഹിദിനെ പോലും സുന്നിയാക്കാൻ കഴിയുന്നില്ലല്ലോ. എത്രയോ സുന്നികൾ ഇങ്ങനെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ഒഴുകുകയാണ്. അതിന് തടയിടണമെന്ന് മക്കളെ നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമല്ല. കാരണം നിങ്ങളെ കുഴപ്പമല്ലത്, നിങ്ങൾ കൊണ്ടിടക്കണ ആശയത്തിന്റെ ദൗർബല്യാണ്. മനസ്സിലായില്ലേ? തട്ടിക്കൂട്ടിയ ഖുബൂരി ആശയങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രാമാണികമായ ആശയങ്ങളോട് എതിരിട്ട് നിൽക്കാനുള്ള കെൽപ്പില്ല. ഒന്ന് ഹക്കാണ്, മറ്റത് ബാത്തിലാണ്. ബാത്തിലിനെ ഹക്ക് കൊണ്ടടിച്ച ബാത്തിൽ തകരും, ഹക്ക് നിലനിൽക്കും, അത് പൊന്തി പൊന്തി വരും. അതാ റബ്ബർ പന്തിന് അടിച്ചതുപോലെ അടിക്കുന്നോറും അതിങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ച് ക്യാമ്പയിൻ നടത്തി, എന്ത് കിട്ടി നിങ്ങൾക്ക്? കുറെ മുസ്ലിയാക്കന്മാര് ഞങ്ങളോട് അരിശം തീർന്നു എന്നല്ലാതെ വേറെ എന്ത് നേടാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എന്ന് നവീകരണവുമായി ഓരിയിട്ട് നടക്കുന്ന ഖുബൂരി മൊല്ലമാർ ഒന്ന് വിലയിരുത്തുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ,